ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഇന്ന് രാത്രി 8 മുതൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി തുടർന്നേക്കും. ജയേഷ് പൂക്കുട്ടൂർ എത്തുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് ജയേഷ് പൂക്കുട്ടൂർ. രാവിലെ ഞാൻ ജയേഷ് എന്ന് പറഞ്ഞും പോയി, ജയേഷ് ആണെങ്കിൽ ഉണർന്നെഴുന്നേറ്റ് വന്നുമില്ല. ശരിക്കും ഇപ്പോൾ എത്തിയിട്ടുണ്ടോ ജയേഷ്? എത്തിയിട്ടുണ്ട്. എത്തി ദുബായിൽ എന്തായാലും പോരാട്ട ചൂടാണ് ഉള്ളത്. 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ദുബായിലെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. താരങ്ങളും ആ പോരാട്ട ചൂടിൽ തന്നെയാണുള്ളത്. അതിർത്തിയിലെ സംഘർഷങ്ങളും മറ്റുമൊന്നും താരങ്ങളെ ബാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ രണ്ട് ടീമുകളും ഓരോ മത്സരം വിജയിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. ഗ്രൂപ്പ് എയിൽ നിന്ന് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്നതായിരിക്കും എന്നുള്ളതിനാൽ വളരെ നിർണായകം തന്നെയായിരിക്കും. വിജയത്തോടു കൂടി തന്നെ ഗ്രൂപ്പ് ചാമ്പ്യനായിട്ട് മുന്നേറാമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. കണക്കിലും കളിയിലുമെല്ലാം കാതങ്ങൾ മുന്നിലാണ് ഇന്ത്യ. കാരണം റാങ്കിങ്ങിലേക്ക് നോക്കുമ്പോൾ 2020 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനക്കാരാണ് ഇന്ത്യ. പാകിസ്ഥാനാകട്ടെ 7ആണ്. ബാറ്റർമാരുടെ റാങ്കിങ്ങിലേക്ക് നോക്കുമ്പോൾ 1-ാം സ്ഥാനത്തുള്ള അഭിഷേക് ശർമ്മ ഇന്ത്യക്കുണ്ട്. പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നത് മുഹമ്മദ് ഹാരിസാണ്. അദ്ദേഹത്തിൻ്റെ റാങ്ക് 35 എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാകും ആ കണക്കിലെ വൈരുദ്ധ്യം. നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോഴെല്ലാം ഇന്ത്യക്ക് തന്നെയാണ് മുൻതൂക്കം. ഏഷ്യ കപ്പിലാകെ 19 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയത്. അതിൽ 16 തവണയും ഇന്ത്യ ജയിച്ചു. 3 തവണ മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാനായത്. 6 തവണയാണ് പാകിസ്ഥാൻ ജയിച്ചത്. 3 മത്സരങ്ങൾ ഫലമില്ലാതെ പോയി. 2020 വരുമ്പോൾ ഇക്കഴിഞ്ഞ 2020 ലോകകപ്പിലും ഇന്ത്യക്കായിരുന്നു പാകിസ്ഥാൻ മേൽ വിജയമുണ്ടായിരുന്നത്. അത്തരത്തിൽ കണക്കിലും കളിയിലും എല്ലാം കാതങ്ങൾ മുന്നിലാണ് ഇന്ത്യ. ഇന്നത്തെ ഒരു ആകാംക്ഷയോടെ നോക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റമുണ്ടാകുമെന്നുള്ളത്. കാരണം നമുക്കറിയാം UAEക്കെതിരായ ആദ്യ മത്സരത്തിൽ കേവലം 27 പന്തിൽ വിജയം നേടിയ ഇന്ത്യ 3 സ്പിന്നർമാരുമായിട്ടാണ് കളിച്ചത്. ആ ഘടനയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം പാകിസ്ഥാനെതിരായ നിർണായക മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ തന്നെ അർഷ്ദീപ് സിംഗിനെ ഉൾപ്പെടുത്താതെ ജസ്പ്രീത് ബുംറ എന്ന ഏക പേസറുമായിട്ടാണ് ഇന്ത്യ UAEക്കെതിരെ കളിച്ചത്. കുറച്ചുകൂടി ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള പാകിസ്ഥാനെതിരെ വരുമ്പോൾ 2 പേസർമാരുമായിട്ട് കളിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആരെയായിരിക്കും പുറത്തിരുത്തുക എന്നുള്ള ഒരു ചോദ്യം മുന്നിലുണ്ട്. എന്തായാലും വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ പിന്നിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ രോഹിത്തും കോഹ്ലിയും ഇല്ലാത്തൊരു T20 മത്സരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വലിയ ജയേഷ്, ഒരു കാര്യം കൂടി, ഈ കളി കാണുന്നതിനായി ഇന്ത്യയുടെ കളി എവിടെയുണ്ടോ അവിടെ BCCIയുടെ ഒരു വലിയ നിര നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ജയ്ഷായോ BCCI സെക്രട്ടറിയോ ഒന്നും പോകുന്നില്ല. കാരണം ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. പേരിനൊരു ഉദ്യോഗസ്ഥന് അതിനപ്പുറത്തേക്ക് ഒരു പ്രാതിനിധ്യം ഗ്യാലറിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനും ഇതേ വേദിയിൽ ദുബായിൽ തന്നെ ഏറ്റുമുട്ടിയത്. അന്ന് ICCയിലെയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലെയും ഇന്ത്യയിൽ നിന്നുള്ള ഭാരവാഹികളെല്ലാം തന്നെ എത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആരും തന്നെ എത്തുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് പഹൽഗാമിനും ഓപ്പറേഷൻ സിന്ദൂറിനും ഒക്കെ ശേഷം നടക്കുന്ന മത്സരമാണ്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഈ മത്സരം ബോയ്ക്കോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഭാരവാഹികൾ മാറി നിൽക്കുന്നത്. ഭാരവാഹികൾ മാത്രമല്ല, ടിക്കറ്റ് വിൽപ്പനയിലും കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വെച്ച് വെറും 4 മിനിറ്റ് കൊണ്ടാണ് ടിക്കറ്റുകളെല്ലാം 25,000 ടിക്കറ്റുകൾ വിറ്റ് തന്നത്. എന്നാൽ ഇന്ന് ടിക്കറ്റ് വിൽപ്പനയ്ക്ക് വെച്ച് 12ാം ദിവസമാണ്. മത്സരദിനമായിട്ട് പോലും ഇന്നും ടിക്കറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾ മാത്രമല്ല, ആരാധകരും ഈ ഒരു മത്സരത്തോട് ചെറുതായിട്ടെങ്കിലും മുഖം തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണം പറയാൻ. സുജയ. ഓക്കെ, ജയേഷ് പൂക്കോട്ടൂരാണ് വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. അപ്പോൾ സ്പോർട്സ് റിപ്പോർട്ടറിൽ തത്സമയ അപ്ഡേറ്റുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സ്പേസിലേക്ക്